महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। വേനൻ മൃത്യുവിൻ്റെ മകളുടെ മകൻ എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ വിനാശകരമായ പല ക്രിയകളും വിക്രിയകളും അകൃത്യങ്ങളും ദുഷ്കൃതങ്ങളും അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ കാലൻ അല്ലെങ്കിൽ യമധർമ്മൻ അദ്ദേഹത്തിന് പിതാമഹൻ ബ്രഹ്മാവ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാറില്ല എന്ന നിഷ്ഠയുള്ള ആളാണ്. ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് യമൻ. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ പൂർവികനിൽ നിന്ന് പകർന്നതാണ് ഈ സ്വഭാവം എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ സത്യം പരിപാലിക്കുന്ന കാര്യത്തിൽ ശ്രീരാമൻ സത്യേ ധർമ്മ ഇവ പരേ എന്നാണ് വാൽമീകി ശ്രീരാമനെ വർണ്ണിക്കുന്നത്. മറ്റൊരു ധർമ്മദേവനെ പോലെ ഇദ്ദേഹം സത്യസന്ധനാണ്. ഒരിക്കലും അസത്യം വിചാരിക്കുകയോ അസത്യം ചെയ്യുകയോ മനസാ വാച കർമ്മണ അസത്യത്തിൽ ഒരിക്കലും വ്യാപൃതനായിട്ടില്ലാത്ത ഒരാളാണ് ശ്രീരാമൻ എന്ന് വാൽമീകി അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ മുന്തിയ ഗുണങ്ങൾ ഏവ എന്ന് പറയുന്ന കൂട്ടത്തിൽ സത്യസന്ധത അദ്ദേഹത്തിൻ്റെ മുന്തിയ ഒരു ഗുണമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഉപമിക്കുന്നത് ധർമ്മദേവനോടാണ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ ശ്രീരാമൻ ധനദേന സമസ്ത്യാഗേ, ധനധനെ പോലെ കുബേരനെ പോലെയാണ്. എന്തും കൊടുക്കും. കൊടുക്കണമെന്ന് തോന്നിയാൽ അവർക്ക് മതിയാകുന്നത് വരെയാണ് കൊടുക്കുന്നത്. ഈ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് വാൽമീകി വർണ്ണിക്കും. പുരുഷോത്തമൻ എന്ന് പറയുന്ന അതെ. അപ്പോൾ ഇതുകൊണ്ട് പൂർവികന്മാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പകർന്നു വന്നതാണ് എന്ന് പറയാൻ ഒക്കുകയില്ലാത്തതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം. അപ്പോൾ ചിലരിൽ പെട്ടെന്ന് നമുക്ക് കാരണങ്ങൾ പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതാണ്. അതിനും കാരണങ്ങളുണ്ടാകും. അത് പൂർവജന്മ ദുഷ്കൃതങ്ങളുടെ സംയുക്തമായ ഫലം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൂർവജന്മ ദുഷ്കൃതങ്ങളോ സൽകൃത്യങ്ങളോ എന്താണ് എന്ന് മഹാകവി ഇവിടെ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ല എന്നതാണ്. നമുക്ക് ഊഹിക്കാനുള്ള ചില തരികളൊക്കെ, ഊഹിക്കാനുള്ള ചില സൂചനകൾ അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു സർവസംഹാരത്തിൻ്റെ അവതാരമായി മാറി എന്ന് ഒരിക്കലും വ്യാസൻ വളരെ വ്യക്തമായി വർണ്ണിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകാം, അത് സ്വാഭാവികമാണെന്നുള്ളതും കൂടെ പറയുകയാണ് ഇതിൽ കൂടെ. അതെ അല്ലേ? അതെ. നമ്മളൊരു കാരണവും കാണിക്കാതെ ഇങ്ങനെ ആളുകൾ ഉണ്ടാകാം. കാരണമില്ലാതെ ഉണ്ടാകുന്നല്ലത്. ആ കാരണം വളരെ അജ്ഞാതമോ പാരമ്പര്യം പരോക്ഷമോ ആയിരിക്കും. അത് ഈ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് വഴി വരുന്നതല്ല, ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകുന്നതല്ല. ചിലപ്പോൾ ഏതെങ്കിലും പഴയൊരു പൂർവികനിലുണ്ടായിരുന്ന വൈകൃതം ഇദ്ദേഹത്തിൽ വിപുലീകൃതമായതാണ് എന്നും വരാം. പക്ഷേ അന്നത്തെ ജനങ്ങളുടെ പ്രത്യക്ഷ ജീവിതത്തിൽ സാർ, ഈ അംഗരാജാവ് മരിച്ചു പോവുകയാണോ, ഇടയ്ക്ക് മരിച്ചു പോവുകയാണോ, അതോ അംഗരാജാവ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇയാൾ രാജ്യഭാരം ഏറ്റോ? ഈ വേനനെ, അതായത് വേനനും അംഗരാജാവും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നില്ല. മരിച്ചതിന് ശേഷം.
അപ്പം അന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചില വിക്രികളൊക്കെ ഉണ്ട്, അതെല്ലാം അദ്ദേഹം ശാസിച്ചങ്ങനെ നിർത്തിയിരുന്നു ആയിരിക്കും. എന്ന് മാത്രമല്ല, അച്ഛൻ പോയി കഴിഞ്ഞാൽ പിന്നെ പരിപൂർണമായും ഇദ്ദേഹത്തിൽ വന്ന് ലയിക്കുകയാണല്ലോ അവകാശവും രാജ്യവും ജനപരിപാലന കർമ്മവും. അപ്പോൾ ഇദ്ദേഹം നമ്മളെവിടെ ശ്രദ്ധിച്ചാലും വളരെ പെട്ടെന്ന് വ്യക്തമാകില്ലെങ്കിലും സംഭാഷണം ശ്രദ്ധിച്ചാൽ ചിലരുടെ സ്വഭാവം ദ്യോതിപ്പിക്കുന്ന ഒരു വാക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ എന്നതാണ്. അഹന്ത അല്ലെങ്കിൽ അഹംഭാവം, ഞാൻ എന്ന വിചാരത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് വലിയ ചക്രവർത്തിമാരും ഭരണാധിപന്മാരുമൊക്കെ നമ്മൾ നാംനേ പറയൂ. നാംനേ പറയുള്ളൂ. അപ്പം നാം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്നവരും പിന്നെ അതിൻ്റെ നേതാവായ ഞാനും ജനങ്ങളും, ഇത്ര ആളുകളെ ഒന്നും. ഈ ഞാൻ കൂടെ പറഞ്ഞാൽ അഹങ്കാരം വർദ്ധിക്കുമോ എന്നൊരു പേടിയും കാണും. അഹങ്കാരം വർദ്ധിച്ചവരാണ് അല്ലെങ്കിൽ അഹങ്കാരം വർദ്ധിക്കാൻ സാധ്യതയുള്ളവരാണ് എന്ന് വ്യക്തമാണ്. ഇദ്ദേഹം അധികാരത്തിൽ, അതായത് പ്രജാപരിപാലന ധർമ്മത്തിൽ എത്തിയതിന് ശേഷം ഇദ്ദേഹം ചെയ്ത സുപ്രധാനമായ ചില ആജ്ഞകളുണ്ട്. വളരെ രസകരമാണ് ആ ആജ്ഞകൾ. ദേവന്മാരെ, ബ്രഹ്മാവിനെ, വിഷ്ണുവിനെ, ശിവനെ ഒന്നും ആരും യജിക്കാൻ പാടില്ല. യാജ്ഞനായിട്ട് ഒരാളെ ഉള്ളൂ ലോകത്ത്, ഞാൻ മാത്രം, അത് ഞാനാണ്. ആരും ഒരു തരത്തിലുള്ള ഹോമകർമ്മങ്ങളും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഹോമകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. കാരണം ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നത്, ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു മനുഷ്യനെയോ ദേവനെയോ മറ്റ് ഇതര വർഗങ്ങളിൽപ്പെട്ട ജീവികളെയോ എന്ന് വെച്ചാൽ പിശാച് തുടങ്ങിയിട്ടുള്ള, പിശാചൊക്കെ ഇദ്ദേഹത്തിനങ്ങളൊക്കെ വളരെ ഭേദപ്പെട്ട ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പിശാച് നിൽക്കുമ്പോൾ ആ പിശാചിനെ പോലെ ദയാപരനായി വേറെ ഒരാളില്ല ഇത് നമുക്ക് തോന്നും. പിശാചിനെയോ മറ്റ് ആശരന്മാരെയോ അസുരന്മാരെയോ ഒന്നും നിങ്ങൾ പൂജിക്കാൻ പാടില്ല. പൂജ്യനായി ഇന്ന് ലോകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. ആ പൂജ്യനായ വ്യക്തി ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൂജ നിർത്തുക, ക്ഷേത്രങ്ങളെല്ലാം അടച്ചു പൂട്ടുക. കാരണം അങ്ങനെ ഒരു നേതാവില്ല. ലോകത്തെ ഭരിക്കുന്ന, ലോകത്തെ നിലനിർത്തുന്ന ലോക സംരക്ഷകനായ ഒരു ഏകൈക നേതാവില്ല. ഉണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ. സ്റ്റാലിനിസം അതിൻ്റെ ആദ്യത്തെ രൂപം, അതിൻ്റെ ഏറ്റവും പ്രാകൃതവും ക്രൂരവും നിഷ്ഠുരവുമായ അവസ്ഥയിൽ നാം ഇവിടെ കാണുകയാണ്. ഏത് സ്വേച്ഛാധിപതിയെയും ഇദ്ദേഹത്തിൽ നമുക്ക് കണ്ടെടുക്കാം. എല്ലാ സ്വേച്ഛാധിപതികളും ഇദ്ദേഹത്തിൽ സസുഖം വാണുകൊണ്ടിരിക്കുന്നു. ജഗദാഹുരനീശ്വരം എന്നാണ്, തനി ഭൗതികനാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളെയാണ് ഭൗതികവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഗീതയിൽ വിശേഷിപ്പിക്കുന്നത്. ജഗദാഹുരനീശ്വരം. അവർ പറയും, ഭൗതികവാദികൾ പറയും, ഈ ചരാചരങ്ങളെല്ലാം, ചരം എന്ന് പറയുമ്പോൾ ജഗത്ത് എന്ന് വെച്ചാൽ ചലിക്കുന്ന വസ്തുക്കൾ എന്നാണ് അർത്ഥം. ചലിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ ലക്ഷണാവ്യാപാരത്താൽ ചലിക്കാത്ത വസ്തുക്കളും ഉൾപ്പെടും. ഇപ്പോൾ ലോകത്തിലുള്ള വസ്തുക്കളെ ഭരിക്കുന്ന അനീശ്വരം, അങ്ങനെ ഒരു ഈശ്വരനില്ല. ഇതിന് ധാർമ്മികമായ സത്യത്തിൽ അധിഷ്ഠിതമായ ശാസനം കൊടുക്കുന്ന ഒരു ഏക ശാസനപതി, ഇതിൻ്റെ പിന്നിൽ നിഷ്പക്ഷനായ ഒരു ഏക ശാസനപതി
ഈ ജഗത്തുക്കളുടെ ചരജഗത്തുക്കളുടെയും അചരജഗത്തുക്കളുടെയും പിന്നിലില്ല. അസത്യം, ഇവിടെ ഒരു സത്യവുമില്ല. ഒരു സത്യവും ആരും പരിപാലിക്കേണ്ടതില്ല. ആർക്കും എന്തും ചെയ്യാം, ആർക്കും എന്തും മോഹിക്കാം, ആർക്കും എന്തും കവർന്നെടുക്കാം. ശക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അസത്യം അപ്രതിഷ്ഠം തേ, ഇത് ഏതെങ്കിലും മൂല്യങ്ങളിൽ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നതല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു മൂല്യവുമില്ല. മൂല്യം എന്ന് പറയുന്നത് വിഡ്ഢി പറഞ്ഞ കടങ്കഥയാണ്. അതുകൊണ്ട് മൂല്യം എന്ന് പറയുന്നതേ ഇല്ല. അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം, ഇത് ഒരണുവും അല്ലെങ്കിൽ മറ്റൊരണുവും അല്ലെങ്കിൽ ഒരു വസ്തുവും മറ്റൊരു വസ്തുവും തമ്മിൽ ചേർന്ന് അനേകം സംയുക്തങ്ങളായി കാലങ്ങൾ കൊണ്ട് പരിണമിച്ചു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ മനുഷ്യന് ഏറ്റവും പ്രധാനം അവൻ്റെ കാമമാണ്. അവൻ്റെ കാമം സാധിക്കത്തക്ക വിധത്തിൽ എന്തും ചെയ്തു കൊള്ളുക എന്നതാണ് ഇദ്ദേഹം വിശ്വസിക്കുന്ന അടിസ്ഥാന പ്രമാണം. അപ്പോൾ ഈശ്വരനില്ലെന്ന് പറയുമ്പോൾ തന്നെ ഒരാൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശം ലഭിച്ചു കഴിഞ്ഞു, അയാൾ അതിൻ്റെ അധികാരിയായി കഴിഞ്ഞു. അപ്പോൾ പ്രജകളും ഇയാളെപ്പോലെ തന്നെ ജീവിക്കുമായിരിക്കും. ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. അന്യായമല്ലത്. അന്യായമല്ല. ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ചെയ്തെന്നാൽ ഇദ്ദേഹം ഇടപെടുമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഏതെങ്കിലും മൂല്യസംഹിതയോ നിയമസംഹിതയോ അല്ല പ്രമാണം. ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളതേ ചെയ്യാവൂ. ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അവരെ അദ്ദേഹം വധിക്കും. അതിന് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരുണ്ട് ഇത് പരിശോധിക്കാൻ. ഇദ്ദേഹം അറിയാതെ രാത്രിയിൽ വളരെ രഹസ്യമായിട്ട് ആരെങ്കിലും യജ്ഞം നടത്തുന്നുണ്ടോ? നടത്താം. ആ യജ്ഞം ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളതായിരിക്കണം, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇദ്ദേഹത്തിന് വെച്ച് യജിക്കാം. ഇപ്പോൾ ശൈവയാഗം, അവിടെ വേനയാഗം നടത്താം. ശിവന്റെ സ്ഥാനത്ത് വേനനെ പ്രതിഷ്ഠിക്കണം. അതുപോലെ വിഷ്ണുയാഗമുണ്ട്, അവിടെ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് വേനനെ പ്രതിഷ്ഠിക്കണം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വേനനെ പ്രതിഷ്ഠിക്കാം. അതൊക്കെ പ്രതിഷ്ഠിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലാതെ സാധാരണ അതുവരെ ആചരിച്ചു പോന്നിരുന്ന, ആദരിച്ചു പോന്നിരുന്ന, പൂജിച്ചു പോന്നിരുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങളും നിലനിൽക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അതെല്ലാം ഇദ്ദേഹത്തിന് ഇത് പ്രജാപരിപാലന അവകാശം കിട്ടിയത് മുതൽ ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ഇടിച്ചു നിരത്തി തീർക്കണ്ടേ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വേനൻ്റെ അദ്ദേഹം ഭരണത്തിൽ കയറിയിട്ട് ആദ്യമായി പുറപ്പെടുവിച്ച ആജ്ഞകൾ. ഈ ആജ്ഞകളനുസരിച്ച് എല്ലാവരും ജീവിച്ചോളണം. ഭക്ഷണം കിട്ടിയാൽ കിട്ടും, കിട്ടിയില്ല കിട്ടില്ല. ഭക്ഷണം കിട്ടിയില്ല എന്നൊരു പരാതി പറഞ്ഞാൽ ആ പരാതി പറഞ്ഞവരെ കൊന്നുകളയും. അപ്പോൾ തമ്മിൽ വളരെ രഹസ്യമായിട്ട് വിശക്കുന്നല്ലോ എന്ന് പറയാമെന്നുള്ളതല്ലാതെ കുടുംബാംഗങ്ങൾക്ക് തമ്മിൽ പുറത്ത് കേൾക്കാത്ത വിധത്തിൽ വിശക്കുന്നു. അപ്പോൾ വിശക്കുന്നു എന്ന് പറയുന്നത് പോലും കുറ്റമായിരുന്ന ഒരു കാലമാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം. അധികാരശക്തി ഇങ്ങനെ ഒരാളിൽ കേന്ദ്രീകരിച്ചാലേ ഇതുപോലുള്ള വേനന്മാർ ഇനിയും ഉണ്ടാകാം എന്നുള്ളതും കൂടെ ഒരു സൂചന ഉണ്ടാകാമല്ലോ. അത് രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ ചില അനുവദനീയമായ മാർഗങ്ങളുണ്ട്, അതിന് സഞ്ചരിക്കാനുള്ള അനുവദനീയമായ മാർഗങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ റെയിൽ പാളമില്ലാതെ ട്രെയിൻ ഓടി വേറെ സ്ഥലത്തേക്ക് കയറുന്നത് പോലെ ഇരിക്കും. അപ്പം അതിൻ്റെ റെയിലിൽ കൂടി മാത്രമേ സഞ്ചരിക്കാവൂ. അപ്പോഴേ അത് പ്രയോജനപ്രദമാകും, അല്ലെങ്കിൽ അത് വിനാശകരമായിരിക്കും. അത് ഏറിയും കുറഞ്ഞുമൊക്കെ ആവാം. എല്ലാവരിലും ഉണ്ട് ഏറിയും കുറഞ്ഞും. ഇപ്പോൾ കുടുംബത്തിലെ അതിശാസകന്മാരായ കുടുംബനാഥന്മാരുണ്ട്. അവരിലൊരു അണുവിനെ പോലത്തെ ഒരു വേദന കാണാം. ഈ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിനും കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും കുടുംബത്തിൻ്റെ ആത്യന്തികമായ സുഖത്തിനും വേണ്ടി ചില ചിട്ടകൾ പാലിക്കണം എന്ന് പറയുന്ന കുടുംബനാഥന്മാരുണ്ട്. അപ്പോൾ അവർ ചില ശാസനങ്ങൾ പുറപ്പെടുവിക്കും. കുടുംബനാഥയും ആയിക്കോട്ടെ, കുടുംബനാഥനില്ലാത്തത് കുടുംബനാഥയായിരിക്കുമല്ലോ, കുടുംബനാഥയുമാകാം. പക്ഷേ ഇത് രണ്ടുമല്ലാതെ ഞാൻ കുടുംബനാഥനായതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിക്കണമെന്ന് പറയുന്നവരുണ്ട്.
അവരിലാണ് ഒരു അണുവോളം പോന്ന വേനൻ്റെ 100-1 അംശം ഉണ്ടാകും. തെറ്റാണേലും ശരിയാണേലും നിങ്ങൾ അനുസരിച്ചോണം. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് കാരണം. അതുകൊണ്ട് അനുസരിച്ചോളണം. എൻ്റെ മക്കളാണ്, എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കളാണ്, എൻ്റെ ഭർത്താവ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ചോളണം എന്ന് കാരണമില്ലാതെ ശഠിക്കാം. ഇപ്പോൾ യാഗോവിനെ കുറിച്ച് പറയുമ്പോൾ പറയും, എന്തിനാണ് ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ഒഥല്ലോവിൻ്റെ ജീവിതത്തെ ഇങ്ങനെ താറുമാറാക്കിയത് എന്നതിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് തന്നെ ഒന്നും പറയാനില്ല. അങ്ങനെയാണ് ഈ മോട്ടീവ് ഹണ്ടിങ് വരുന്നത്. മോട്ടീവ് ഹണ്ടിങ് ഓഫ് എ മോട്ടീവ്ലെസ് മെലിഗ്നിറ്റി. അതാണ് യാഗോവിനെ കുറിച്ച് പറയുന്നത്. യാഗോ ഒരു നിമിഷം പോലും ഇത് ചിന്തിച്ചില്ല അല്ലേ? എന്തിനു ചെയ്യുന്നു എന്നുള്ളത് പുള്ളിക്ക് പറഞ്ഞുകൂടാ. അങ്ങനെ ചെയ്തേ പുള്ളിക്ക് ജീവിക്കാനൊക്കെ. പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല, പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, പ്രത്യേക നേട്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് യാഗോ സ്റ്റാൻഡ്സ് സുപ്രീം എമസ്റ്റ് ഷേക്സ്പിയേഴ്സ് ഈവിൽ ക്യാരക്ടേഴ്സ് എന്ന് AC ബ്രാഡ്ലിയുടെ ഷേക്സ്പീരിയൻ ട്രാജഡീസ് ഉണ്ട്. 4 മേജർ ട്രാജഡീസിൻ്റെ 4 വലിയ ദുരന്ത നാടകങ്ങളുടെ പഠനമാണ്. ഒരു നിരൂപകൻ എന്നുള്ള നിലയിൽ അത്ര വലിയ നിരൂപകനല്ലെങ്കിലും ഈ ഇയാഗോവിൻ്റെ സ്വഭാവത്തിലെ ഈ സവിശേഷത ഞാൻ ഒരാളെ വഴിയിൽ കുഴി കുഴിച്ചിടുന്നത് പോലെയാണ്. അതിൽ ഇന്നയാൾ കുഴി വീണമെന്ന് ഉദ്ദേശിക്കുന്നില്ലല്ലോ, ആരെങ്കിലും വീഴട്ടെ ഒരു രസം. അതുപോലെ വഴിയിൽ വെറുതെ കുഴി കുഴിച്ചിടുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ഇയാഗോവിൻ്റെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റേതും അതുപോലെ തന്നെയാണ്. എന്തിനാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്? തൻ്റെ അംഗീകാരത്തിനാണെങ്കിൽ അല്ലാതെ തന്നെ അംഗീകാരം കിട്ടിയിട്ടുള്ള അനേകം രാജാക്കന്മാരെ നമുക്ക് സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും കാണാം. എല്ലാവരും വളരെ അത്യുദാരന്മാർ. ഇപ്പോൾ കുരുവംശത്തിലെ കുരു എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം സമന്തപഞ്ചകത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ട്, അതിനു മുമ്പ് സമന്തപഞ്ചകം എന്നായിരുന്നു ഈ കുരുക്ഷേത്രത്തിൻ്റെ പേര്. അദ്ദേഹം അത് തപോഭൂമിയാക്കി, ക്ഷേത്രം അദ്ദേഹം തപോഭൂമിയാക്കിയതിന് ശേഷമാണ് അതിന് കുരുക്ഷേത്രം എന്ന പേര് വന്നത്. വളരെ ഉദാരനായ, വളരെ വദാന്യഭാവമുള്ള, പ്രജകളോടെല്ലാം വലിയ വാത്സല്യമുണ്ടായിരുന്ന, പ്രജാവാത്സല്യം അദ്ദേഹത്തെ കണ്ടാണ് പഠിക്കേണ്ടത് അന്ന് ഒരു ചൊല്ലുണ്ടായിരുന്നു. അത്ര നല്ല രീതിയിൽ അതിഥികളെയും അതുപോലെ കുറ്റക്കാരെ ശിക്ഷിക്കുമ്പോൾ അദ്ദേഹം എല്ലാ ഋഷിമാരോടും ആലോചിക്കും, ഈ ശിക്ഷ അവർ ചെയ്ത കുറ്റത്തിന് പരിപൂർണമായും തുല്യമായി നിൽക്കുന്നതല്ലേ, കൂടിപ്പോയിട്ടുണ്ടോ, കുറഞ്ഞാൽ സാരമില്ല, കൂടിപ്പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആലോചന. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട്, അദ്ദേഹത്തിൻ്റെ വംശ പിതാവിനോട്, വംശ ആചാര്യനോട് ഒക്കെ ആലോചിച്ച് തിട്ടപ്പെടുത്തിയതിന് ശേഷമേ അദ്ദേഹം ഒരു വധകൃത്യത്തിൽ ഏർപ്പെടൂ. ആ വധകൃത്യത്തിൽ ഉള്ളിൽ അദ്ദേഹത്തിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പരാതിക്കാരൻ നിൽക്കുന്നു. പരാതിക്കാരൻ നിൽക്കുമ്പോൾ അവനെ വെറുതെ ഈ സാധാരണ മലയാളത്തിൽ പറയുന്നത് പോലെ ഗുണദോഷിച്ച് വിടാനൊക്കെ ഇല്ലല്ലോ. ഇനി വരാൽ അങ്ങനെയൊന്നും ചെയ്തിട്ടോ, കഴുത്തെടുത്താൽ പിന്നെ എന്ത് ചെയ്യും? മുടി വയ്ക്കണ്ടേ, പേനിന് വളരണ്ടേ, ഈരിന് വളരണ്ടേ. അതുകൊണ്ട് ഇനി വരാൽ ആരുടെയും കഴുത്തെടുക്കരുത് കേട്ടോ, പൊക്കോ, ഞാനൊന്നും ചെയ്യുന്നില്ല, ആരോടും മിണ്ടണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാനാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ രാജാവാണ്, ദണ്ഡനാധികാരമുള്ളവനാണ്. ധർമ്മശാസ്ത്രപ്രകാരമുള്ള കുറ്റത്തിന് ആ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്ന കുറ്റം വിധിക്കേണ്ടുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് ചെയ്യയില്ലാതെ മാർഗമില്ല. അപ്പോൾ കഴിയുന്നതും കുറയ്ക്കും. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്നൊരു പരാതി ഉണ്ടായിരുന്നു, മൃദുശിക്ഷ കൊടുക്കുന്ന ആളാണ് കുരു. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ മഹത്വം. ഇതെല്ലാം ഇദ്ദേഹം രാജാഭരണം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് സമയമാകുന്നതിന് മുമ്പ് തന്നെ സാരണനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നേരത്തെ തന്നെ രാജ്യത്തിൽ നിന്ന് പോയി. ഇത് ഭിക്ഷുവായിട്ട് വാനപ്രസ്ഥം അനുഷ്ഠിച്ച് വന്നാണ്
ഈ കുരുക്ഷേത്രത്തിൽ നിന്ന് പറ്റിയ ഒരു സ്ഥലം കണ്ട് കുരുക്ഷേത്രത്തിൽ വന്നാണ് അദ്ദേഹം തപസ് ചെയ്തത്. അങ്ങനെ തപസ് കൊണ്ട് പുണ്യം ആക്കപ്പെട്ട പുണ്യമുണ്ടായ പുണ്യം ലഭിച്ച സ്ഥലമാണ് പിന്നീട് കുരുക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമായത്. അങ്ങനെയാണത് പുണ്യസ്ഥലമായത്. ആ പുണ്യസ്ഥലത്താണ് പിന്നീട് ഈ ഘോരമായ യുദ്ധം വന്നു ഭവിക്കുന്നത്. അതിനു മുമ്പ് അത് ഏറ്റവും പാപപങ്കിലമായ ഒരു സ്ഥലമായിരുന്നു. കാരണം അങ്ങനോട് ഈ ആളുകൾ വഴി നടക്കുക പോലും ചെയ്യുമായിരുന്നില്ല. എന്താണ് 21 പ്രാവശ്യം കേരളത്തിലെ ദുർഭരണക്കാരായ ക്ഷത്രിയ രാജാക്കന്മാരെ മുഴുവനും തെരഞ്ഞു പിടിച്ച് അവിടെ കൊണ്ടുവന്ന് കഴുത്ത് കണ്ടിച്ച് ഒഴിച്ച് അവിടെ ചെറിയ ഒരു തടാകം, അത്രയേ സാധിച്ചുള്ളൂ അദ്ദേഹത്തിന്, ആ ചെറിയ ഒരു തടാകം പരശുരാമൻ തീർത്തിരുന്നു. ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇദ്ദേഹം മഴു എറിഞ്ഞത് കഴുത്തിനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്കല്ല എറിഞ്ഞത്. അധാർമികന്മാരുടെ കഴുത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ മഴു വന്ന് കൊണ്ടത്. അല്ലാതെ കന്യാകുമാരിയിൽ ചെന്ന് വീണിട്ട് അവിടെ നിന്ന് കടൽ മാറിക്കൊടുക്കുകയായിരുന്നില്ല. മഴു കണ്ടിട്ട് കടൽ മാറിക്കൊടുക്കും എന്ന് വ്യാസനും വിചാരിക്കില്ല, പരശുരാമനും വിചാരിക്കില്ല, ആരും വിചാരിക്കില്ല. മഴു കണ്ടാൽ മാറിക്കൊടുക്കുന്നത് അധാർമികന്മാരാണ്. വലിയ അധാർമികന്മാർ അവരെ ഒതുക്കത്തക്ക വിധത്തിലുള്ള ഒരു മഴു. എന്താണ് ഈ മഴു? ഈ മഴു എന്ന് പറയുന്നതാണ് പരശുരാമൻ. അല്ലാതെ അതുകൊണ്ടാണ് അത് ചേർത്ത് പറയുന്നത്. പരശു എന്നുള്ള പരശുരാമൻ എന്ന് ചേർത്ത് പറയാനുള്ള കാരണം അദ്ദേഹം തന്നെയാണ് ആയുധം. എനിക്ക് തോന്നുന്നതല്ല കൊങ്ങയ്ക്ക് ഇങ്ങക്ക് പിടിച്ച് ഇടപാട് അവനൊരു കോടാലിയാന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ആളായിരുന്നു അദ്ദേഹം എന്ന് വിചാരിക്കാനാണ്. അപ്പോൾ ധാർമ്മികമായ അധപ്പതനത്തിൽ നിന്ന് ധാർമ്മികമായ അധപ്പതനത്തിന്, സദാചാരപരമായ അധപ്പതനത്തിന് കാരണക്കാരായ സർവ്വഭരണാധിപന്മാരെയും ഓരോരുത്തരെയായി ഇപ്പോൾ ഇവരെല്ലാവരും ഒടുവിൽ പൊക്കളഞ്ഞു. ക്ഷത്രിയന്മാരെല്ലാം ഒടുവിൽ പോയി. അവരാരും ഒടുവിൽ ജീവിതത്തെക്കുറിച്ച് ഈ ഭാരതം മുഴുവനുള്ള ക്ഷത്രിയരെയാണോ? ക്ഷത്രിയരെയും കേരളത്തിലെയും ഭാരതം മുഴുവനുള്ള അതാണല്ലോ ശ്രീരാമനെ പിടികൂടിയത്. വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴേ ശിവന്റെ വല്ല ഭാരതം മുഴുവനുമാണ്. അതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും കൂടുതൽ അധാർമികന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ടാണ് വരുന്നത്. കേരളവും പരശുരാമനും തമ്മിലുള്ള ബന്ധം എന്താ? ഇങ്ങനെ വന്നു എന്നുള്ളതാണ് ബന്ധം. പിന്നെ ഗോകർണത്ത് അദ്ദേഹം തപസ് ചെയ്തിട്ടുണ്ട്. ഗോകർണത്ത് ശിവനുണ്ട്. ഇദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ് അവിടുത്തെ ശിവൻ. അദ്ദേഹം അവിടെ തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തപോഭൂമി, തൻ്റെ തപോഭൂമിയുടെ സമീപത്ത് കിടക്കുന്ന പ്രദേശം എന്ന നിലയിൽ കേരളത്തോട് അദ്ദേഹത്തിന് താല്പര്യമാണ്. ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ സഞ്ചരിച്ചിട്ടും ഉണ്ടാവണമല്ലോ ഈ ഗോകർണത്ത് താമസിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ 21 പ്രാവശ്യം നടന്നു കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും കേരളത്തിലേക്ക് പ്രത്യേകം വരും. കാരണം കേരളത്തിലെ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അധാർമിക ഭരണാധിപന്മാരുടെ ഇങ്ങനെ അവിടെ ആയിട്ട് വേണാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ വടക്കങ്കൂർ തെക്കങ്കൂർ വരെ ഇങ്ങനെ കിടക്കുകയല്ലേ. പിന്നെ കൊച്ചി. അപ്പോൾ എത്ര ആളുകളെയാണ് അദ്ദേഹത്തിന് എടപ്പള്ളി രാജാവ്, ഇങ്ങനെ പലതരത്തിൽ രാജാക്കന്മാർ കിടക്കുക. മറ്റേത് മൊത്തമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് സമന്ത പഞ്ചകത്തിൽ. അപ്പം ഈ കേരളത്തെ അദ്ദേഹം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരികമായി രക്ഷിക്കുകയാണ് ചെയ്തത്, ധാർമ്മികമായി രക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരിക്കലും അദ്ദേഹം ഈ മഴ എറിഞ്ഞിട്ട് കടൽ മാറിക്കൊടുത്തിട്ട് കേരളം കടലിൽ നിന്ന് പൊന്തി വന്നതല്ല. സാംസ്കാരികമായി ആയി കേരളത്തെ പുനർനിർമ്മിച്ചു. അധർമ്മങ്ങളെല്ലാം വടിച്ചു കളഞ്ഞിട്ട് കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തെന്ന് അതൊക്കെ പിന്നെ കഥയുടെ വിശദാംശങ്ങളിലേക്ക്. ക്ഷത്രിയരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അവരാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ലേ ഏൽപ്പിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കൊടുത്തു. അന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ ബ്രഹ്മജ്ഞാനികളായിരുന്നു. അതുകൊണ്ട് അവരെ ഏൽപ്പിച്ചു. അവർ പിന്നീട് അത് പലർക്കായിട്ട് വിധിച്ച് കൊടുത്താണ് നമ്മുടെ ഈ ജന്മിത്വമൊക്കെ ഇവിടെ ഉടലെടുക്കുന്നത്. ഈ ഇവിടുത്തെ ഭാരതത്തിലത് അതിൽ തന്നെ കേരളത്തിലെ ജന്മിത്വം, യൂറോപ്യൻ ജന്മിത്വത്തെ പഠിക്കുന്നത് പോലെ പഠിച്ചാൽ പോരാ. അത് പ്രത്യേകമായി എടുത്ത് പഠിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ഈ
മിഥോളജിക്കൽ ഇൻസിഡൻ്റൊക്കെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതൊന്നും നോക്കാതെയാണ് നാം ഇദ്ദേഹം അവിടെ നിന്നൊരു മഴു അങ്ങോട്ടെറിഞ്ഞ് ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ഈ മഴു ഉറപ്പിച്ച പൂള് ഊരിപ്പോയി. അതുകൊണ്ടാണ് അത് കന്യാകുമാരിയിൽ വീണത്, അല്ലെങ്കിൽ അത് ഓസ്ട്രേലിയയിൽ പോയി വീണേനെന്നൊക്കെ പറഞ്ഞ് ആണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചരിത്രമെടുത്ത് മിഥോളജിയോട് കാണിക്കുന്ന, ചരിത്രത്തോടും കാണിക്കുന്ന വലിയ ധൈഷണികമായ അപരാധമാണ്.